ഇന്നത്തെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പാറ്റേൺ ബേസ്ഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ 3 സീരീസ് എടുത്തു. അതിന്റെ 4ാമത്തെ സീരീസ് നമുക്കിന്ന് എടുക്കാം. നമ്മുടെ ജീവിതത്തില്, നിത്യജീവിതത്തില് എപ്പോഴും ഉപയോഗിക്കുന്ന പല പാറ്റേൺസ് വെച്ച് നമുക്ക് 5 വാചകങ്ങൾ പല സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് സ്കെയർഡ് ഓഫ്. അതായത് നമ്മൾ എന്തിനെങ്കിലും പേടിയാണ്. ടു സേ ദാറ്റ് സമ്മൺ ദാറ്റ് ഫീൽസ് ഫിയർ ഓഫ് സംതിങ്. എന്തിനെ കുറിച്ചെങ്കിലും പേടിയാണ്. എനിക്ക് പാമ്പിനെ പേടിയാണ്, പട്ടിയെ പേടിയാണ്, പൂച്ചയെ പേടിയാണ്, അങ്ങനെ നമ്മൾ ഇരുട്ടിനെ പേടിയാണ്. അങ്ങനെ പലയിടത്തും നമ്മൾ പേടിയാണ് എന്ന് ഉപയോഗിക്കുന്ന ഫ്രേസാണ് ഏതാണ്? സ്കെയർഡ് ഓഫ്. എനിക്ക് പാമ്പിനെ പേടിയാണ്. എങ്ങനെ പറയും? I am scared of snakes. I am scared of snakes. നിനക്ക് ഇരുട്ടിനെ പേടിയാണ്, അല്ലെങ്കിൽ നിനക്ക് ഇരുട്ട് പേടിയാണ്. You are scared of darkness. അവന് നായയെ പേടിയാണ്. He is scared of dogs. അവൾ ഉയരത്തെ പേടിക്കുന്നു. മുകളിലൊക്കെ കയറാൻ പേടിയുള്ളവരുണ്ട്. അവൾ ഉയരത്തെ പേടിക്കുന്നു. She is scared of heights. അവർ തോൽവിയെ പേടിക്കുന്നു, അല്ലെങ്കിൽ പരാജയത്തെ പേടിക്കുന്നു. They are scared of failure. ഓക്കെ, ആ പാറ്റേൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്കെയർഡ് ഓഫ്. അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. നമ്മൾ എപ്പോഴും പറയും ഞാൻ സന്തോഷവാനാണ്, പല കാര്യത്തിലും സന്തോഷവാനാണ്. അതിനുപയോഗിക്കുന്ന ഫ്രേസ് ആണ് എന്ത്? പ്ലീസ്ഡ് വിത്ത്. ടു സേ ദാറ്റ് someone feels happy or satisfied. Pleased with. ഞാൻ എൻ്റെ റിസൾട്ടില്, എൻ്റെ ഫലത്തിൽ സന്തോഷവാനാണ്. I am pleased with my result. നീ നിന്റെ ജോലിയിൽ സന്തോഷവാനാണ്. You are pleased with your work. അവള് അല്ലെങ്കിൽ അവൻ തന്റെ മാർക്കിൽ സന്തോഷവാനാണ്. He is pleased with his marks. അവൾ തന്റെ പ്രകടനത്തിൽ സന്തോഷവതിയാണ്. She is pleased with her performance. അവർ സേവനത്തിൽ സന്തോഷവാന്മാരാണ്. They are pleased with the service. ഓക്കെ, അപ്പൊ എന്തെങ്കിലും കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഹാപ്പി ആണെന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രേസ് ആണ് ഏത്? പ്ലീസ്ഡ് വിത്ത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ പാറ്റേൺ ബേസ്ഡ് സ്പോക്കൺ ഇംഗ്ലീഷിൽ നിങ്ങൾ ഓരോ പാറ്റേൺ എഴുതിയെടുക്കുക, എന്നിട്ട് ക്ലാസ്സിനൊപ്പം വരിക, വീണ്ടും അത് റിവൈൻഡ് ചെയ്ത് കേൾക്കുക, അങ്ങനെ ചെയ്യണം. ഓക്കെ, സാറ്റിസ്ഫൈഡ് വിത്ത്. 3ാമത്തെ പാറ്റേൺ സാറ്റിസ്ഫൈഡ് വിത്ത്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംതൃപ്തനാണ് എന്ന് പറയുമല്ലോ പലപ്പോഴും. ആ കാര്യത്തിൽ സംതൃപ്തനാണ് അവൻ അല്ലെങ്കിൽ അവള് എന്ന് നമ്മൾ പലപ്പോഴും പറയും. അതായത് ടു സേ ദാറ്റ് someone feels content with something. Content means സംതൃപ്തി. ഞാൻ എൻ്റെ ജോലിയിൽ സംതൃപ്തനാണ്. I am satisfied with my job. നീ നിന്റെ തീരുമാനത്തിൽ സംതൃപ്തനാണ്. You are satisfied with your decision. അവൻ അവന്റെ ശമ്പളത്തിൽ സംതൃപ്തനാണ്. He is satisfied with his salary. അവൾ തന്റെ പഠനത്തിൽ തൃപ്തയാണ്. She is satisfied with her studies. അവർ ജീവിതത്തിൽ തൃപ്തരാണ്. They are satisfied with life. I am, he is, you are, she is, they are. അത് ഓർത്തോണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പാറ്റേൺ 4ാമത്തെ നമുക്ക് നോക്കാം. എന്തെങ്കിലും ഇപ്പൊ നമ്മൾ സംതൃപ്തയാന്ന് പറഞ്ഞു, തൃപ്തിയുള്ളതെന്ന് പറഞ്ഞു, ഇനി നമ്മൾ മടുത്തു എന്ന് പറയൂലേ, അതിനുപയോഗിക്കുന്ന ഫ്രേസ് ആണ് ബോർഡ് വിത്ത്. ബോറടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ബോർഡ് വിത്ത്. ടു സേ ദാറ്റ് someone is tired of something. എന്തിനെ കുറിച്ചെങ്കിലും മടുത്തു എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഫ്രേസ് ആണ് ഇത്? ബോർഡ് വിത്ത്. എനിക്ക് ഈ ജോലി മടുത്തു. I am bored with this work. നിനക്ക് ഈ ഗെയിം മടുത്തു. You are bored with this game. അവൻ ഈ സിനിമ മടുത്തു. He is bored with this movie.
He is bored with this movie. അവൾ ഈ പുസ്തകം വായിച്ച് മടുത്തു. She is bored with this book. അവർ ഈ പരിപാടി കണ്ട് മടുത്തു. They are bored with this program. ഓക്കെ, അപ്പൊ bored with എന്തിനെങ്കിലും മടുക്കുക, tired of എന്ന് കാണിക്കുന്നതാണ് bored with. അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. അതിശയിക്കുക, അതിശയിച്ചു. സർപ്രൈസ്ഡ് അറ്റ്, അത്ഭുതപ്പെട്ടു, അതിശയിച്ചു എന്ന് നമ്മൾ പലപ്പോഴും പറയും. ടു സേ ദാറ്റ് someone feels surprised. ഞാൻ ആ വാർത്ത കേട്ട് അതിശയിച്ചു, അന്തം വിട്ടുപോയി, അതിശയിച്ചു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഐ ആം സർപ്രൈസ്ഡ് അറ്റ് ദ ന്യൂസ്. സർപ്രൈസ്ഡ് വിത്ത് അല്ല, സർപ്രൈസ്ഡ് അറ്റ് ദ ന്യൂസ്. നീ അവന്റെ പെരുമാറ്റം കണ്ട് അതിശയിച്ചു പോയി. യു ആർ സർപ്രൈസ്ഡ് അറ്റ് ഹിസ് ബിഹേവിയർ. അവൻ ഫലം കണ്ട് അതിശയിച്ചു, അവന്റെ റിസൾട്ട് കണ്ട് അവൻ അതിശയിച്ചു. ഹി ഈസ് സർപ്രൈസ്ഡ് അറ്റ് ദ റിസൾട്ട്. അവൾ സമ്മാനം കണ്ട് അതിശയിച്ചു. ഷീ ഈസ് സർപ്രൈസ്ഡ് അറ്റ് ദ ഗിഫ്റ്റ്. അവർ ആ മാറ്റം കണ്ട് അതിശയിച്ചു. ദേ ആർ സർപ്രൈസ്ഡ് അറ്റ് ദ ചേഞ്ച്. പല സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന അവനെ പ്രതീക്ഷിച്ചില്ല, അവനവന്റെ റിസൾട്ട് എത്രയാവുമെന്ന്, അവനവന്റെ റിസൾട്ടിൽ എന്താണ് അതിശയിച്ചു പോയി, അങ്ങനെ പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നതാണ് പലയിടത്തും. എനിക്കന്നേരം ആ സെന്റൻസ് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. നമ്മൾ അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് ഷോക്ഡ് അറ്റ്. പലപ്പോഴും നമ്മൾ പറയും someone feels shocked. ഞാൻ ആ വാർത്ത കേട്ട് ഞെട്ടി. അതിനുപയോഗിക്കുന്ന ഫ്രേസാണ് ഇത്, ഷോക്ഡ് അറ്റ്. ഐ ആം ഷോക്ഡ് അറ്റ് ദ ന്യൂസ്. നീ അപകടം കണ്ട് ഞെട്ടി. യു ആർ ഷോക്ഡ് അറ്റ് ദ ആക്സിഡന്റ്. അവൻ അതിന്റെ വില കേട്ട് ഞെട്ടി, വില കണ്ട് ഞെട്ടി. ഹി ഈസ് ഷോക്ഡ് അറ്റ് ദ പ്രൈസ്. അവൾ സംഭവം കണ്ട് ഞെട്ടി. ഷീ ഈസ് ഷോക്ഡ് അറ്റ് ദ ഇൻസിഡന്റ്. അവർ തീരുമാനം കേട്ട് ഞെട്ടി. ദേ ആർ ഷോക്ഡ് അറ്റ് ദ ഡിസിഷൻ. അപ്പൊ എന്തെങ്കിലും കേട്ട് സർപ്രൈസ്, ഷോക്ക് ചെയ്യാന്ന് പറയുന്നിടത്ത് എന്താണ് പറയുന്നത്? ഷോക്ഡ് അറ്റ്. അടുത്തത്, നമുക്കൊരാൾക്ക് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും, അവന് തമിഴ് സംസാരിക്കാൻ കഴിയും, പലപ്പോഴും നമ്മൾ പറയുന്നതാണ്. അപ്പൊ ആ കഴിയുക എന്നുള്ള വാക്കിന് ഉപയോഗിക്കുന്നതാണ് ഇത്, കേപ്പബിൾ ഓഫ്. എന്താണ് കേപ്പബിൾ ഓഫ്? ടു സേ ദാറ്റ് someone has the ability to do something. എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവ് ഒരാൾക്കുണ്ടെന്ന് കാണിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫ്രേസാണ് ഇത്, കേപ്പബിൾ ഓഫ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഐ ആം കേപ്പബിൾ ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്നും ഐ ആം ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്നും ഒക്കെ പറയാം. അപ്പൊ ഇത് വേറൊരു ഫ്രേസാണ്, കേപ്പബിൾ ഓഫ്. ഐ ആം കേപ്പബിൾ ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. നിനക്ക് വേഗത്തിൽ പഠിക്കാൻ കഴിയും. യു ആർ കേപ്പബിൾ ഓഫ് ലേണിംഗ് ക്വിക്ക്ലി. യു ആർ കേപ്പബിൾ ഓഫ് ലേണിംഗ് ക്വിക്ക്ലി. അവന് പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഹി ഈസ് കേപ്പബിൾ ഓഫ് സോൾവിംഗ് പ്രോബ്ലംസ്. ഹി ഈസ് കേപ്പബിൾ ഓഫ് സോൾവിംഗ് പ്രോബ്ലംസ്. അവൾക്ക് പാട്ട് പാടാൻ കഴിയും. ഷീ ഈസ് കേപ്പബിൾ ഓഫ് സിംഗിങ്. പാട്ട് പാടാൻ കഴിവുള്ളവളാണ്. ഷീ ഈസ് കേപ്പബിൾ ഓഫ് സിംഗിങ്. അവർ കഠിനാധ്വാനം ചെയ്യാൻ കഴിവുള്ളവരാണ്. ദേ ആർ കേപ്പബിൾ ഓഫ് ഹാർഡ് വർക്ക്. ഇപ്പൊ എന്തിനെ കുറിച്ചെങ്കിലും അതിന് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രേസാണ് ഇത്, കേപ്പബിൾ ഓഫ്. ഓക്കെ, അടുത്തത് എട്ടാമത്തെ, ഡിപ്പെൻഡന്റ് ഓൺ. നമ്മൾ പലതിനെയും ആശ്രയിക്കുക എന്ന് പറയും. ടു സേ ദാറ്റ് someone needs someone or something. ആർക്കെങ്കിലും, ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തിനെയെങ്കിലും ആവശ്യമുള്ളതായിട്ട് വരിക, ഡിപ്പെൻഡ് ചെയ്യുക, ഡിപ്പെൻഡന്റ് ഓൺ. ഞാൻ എൻ്റെ മാതാപിതാക്കളെ ആശ്രയിക്കുന്നു. ഐ ആം ഡിപ്പെൻഡന്റ് ഓൺ മൈ പേരൻസ്. അതിൽ നിന്നാണ് ഇൻഡിപെൻഡന്റ് ആയത്. ഐ ആം ഡിപ്പെൻഡന്റ് ഓൺ മൈ പേരൻസ്. നീ നിന്റെ സുഹൃത്തിനെ ആശ്രയിക്കുന്നു. യു ആർ ഡിപ്പെൻഡന്റ് ഓൺ യുവർ ഫ്രണ്ട്. അവൻ കുടുംബത്തെ ആശ്രയിക്കുന്നു. ഹി ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ഹിസ് ഫാമിലി. അവൾ സഹോദരിയെ ആശ്രയിക്കുന്നു. ഷീ ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ഹെർ സിസ്റ്റർ.
അവർ മഴയെ ആശ്രയിക്കുന്നു. They are dependent on rain. ഡിപ്പെൻഡന്റ് കഴിഞ്ഞ് വരുന്ന പ്രിപ്പോസിഷനോടെ ഓൺ ആണ്. They are dependent on rain. ഓക്കെ, ഇത് ഇങ്ങനെ എടുത്തപ്പോ എനിക്ക് 25 ഒരു അരമണിക്കൂറിൽ ഇത്രയെങ്കിലും പറഞ്ഞു പോണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ് വിടുന്നത്. അത് കേട്ടിട്ട് നിങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്യുക, അങ്ങനെ ചെയ്യണം. അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒറ്റ പ്രാവശ്യം കേട്ടാലൊന്നും ഇത് പഠിക്കാൻ പറ്റില്ല. ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ നമുക്ക് ഇങ്ങനെ വരും വാക്കുകൾ. അടുത്തത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിചയമുണ്ട് എന്ന് നമ്മൾ പറയും. അതിനുപയോഗിക്കുന്ന വേർഡാണിത്, ഫെമിലിയർ വിത്ത്. ടു സേ ദാറ്റ് someone knows something well, എന്തെങ്കിലും നന്നായിട്ട് അറിയാം എന്ന് കാണിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഏത്, ഫെമിലിയർ വിത്ത്. എനിക്ക് ഈ സ്ഥലം പരിചയമുണ്ട്. I am familiar with this place. നിനക്ക് ഈ ആപ്പ് പരിചയമുണ്ട്, മൊബൈലിലെ ആ ഒരു ആപ്പിനെ കുറിച്ച്. You are familiar with this app. അവൻ ഈ വിഷയം പരിചയമുണ്ട്. He is familiar with this topic. അവൾക്ക് ഈ നഗരത്തെ പരിചയപ്പെട്ടവളാണ്, അവൾക്ക് ഈ നഗരം പരിചയമുള്ളതാണ്. She is familiar with this city. അവർ ഈ ജോലി പരിചയമുള്ളവരാണ്. They are familiar with this work. അപ്പൊ എന്തെങ്കിലും നന്നായിട്ട് അറിയാം ഒരാളെ, അല്ലെങ്കിൽ എന്തിനെങ്കിലും അറിയാം എന്ന് കാണിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഏത്, ഫെമിലിയർ വിത്ത്. അടുത്തത്, ഫ്രണ്ട്ലി വിത്ത്. അതായത് ടു സേ ദാറ്റ് someone behaves in a kind way. നന്നായിട്ട് സ്നേഹത്തോടെ പെരുമാറുന്നതിന്, വിനയമായിട്ട് പെരുമാറുന്നതിന് പറയുന്നതാണ് അത് ഫ്രണ്ട്ലി വിത്ത്. ഞാൻ എല്ലാവരോടും സൗഹൃദപരനാണ്, അതായത് സൗഹൃദമുള്ളയാളാണ്. ഐ ആം ഫ്രണ്ട്ലി വിത്ത് എവരി വൺ. ഫ്രണ്ട്ലി കഴിഞ്ഞ് വരുന്നത് വിത്ത്. ഐ ആം ഫ്രണ്ട്ലി വിത്ത് എവരി വൺ. നീ അയൽക്കാരോട് സൗഹൃദമുള്ളവനാണ്, സൗഹൃദപരനാണ്. യു ആർ ഫ്രണ്ട്ലി വിത്ത് നൈബേഴ്സ്. അവൻ കുട്ടികളോട് സൗഹൃദപരനാണ്. ഹി ഈസ് ഫ്രണ്ട്ലി വിത്ത് ചിൽഡ്രൻ. അവൾ സഹപ്രവർത്തകരോട് സൗഹൃദപരയാണ്, അല്ലെങ്കിൽ സൗഹൃദമുള്ളവളാണ്. ഷീ ഈസ് ഫ്രണ്ട്ലി വിത്ത് കോവർക്കേഴ്സ് ഓർ കൊളീഗ്സ്. അവർ എല്ലാവരോടും സൗഹൃദപരമാണ്. ദേ ആർ ഫ്രണ്ട്ലി വിത്ത് എവരി വൺ. എല്ലാവരോടും സൗഹൃദം ആയിട്ടാണ് പെരുമാറുന്നത്, അതായത് കൈൻഡ് ആയിട്ടാണ് പെരുമാറുന്നത്. ഫ്രണ്ട്ലി വിത്ത്. അടുത്ത ഫ്രേസ് നമുക്ക് നോക്കാം, ക്രേസി അബൌട്ട്. ക്രേസി അബൌട്ട്, ടു സേ ദാറ്റ് someone likes something very much. വളരെയധികം എന്തിനോടെങ്കിലും ഇഷ്ടമുള്ളതെന്ന് കാണിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഏത്, ക്രേസി അബൌട്ട്. എനിക്ക് സംഗീതം വളരെ ഇഷ്ടമാണ്. ഐ ആം ക്രേസി അബൌട്ട് മ്യൂസിക്. നിനക്ക് ക്രിക്കറ്റ് വളരെ ഇഷ്ടമാണ്. യു ആർ ക്രേസി അബൌട്ട് ക്രിക്കറ്റ്. അവന് സിനിമകൾ വളരെ ഇഷ്ടമാണ്. ഹി ഈസ് ക്രേസി അബൌട്ട് മൂവീസ്. അവൾ ഡാൻസിനെ വളരെ ഇഷ്ടപ്പെടുന്നു. ഷീ ഈസ് ക്രേസി അബൌട്ട് ഡാൻസിങ്. അവർ യാത്രയെ വളരെ ഇഷ്ടപ്പെടുന്നു. ദേ ആർ ക്രേസി അബൌട്ട് ട്രാവലിംഗ്. ഇപ്പൊ വളരെ അതിയായ ആഗ്രഹം, എന്തിനോടെങ്കിലും ഇഷ്ടമുള്ളതിനെ പറയുന്നതാണ് ഏത്, ക്രേസി അബൌട്ട്. ഓക്കെ, അടുത്ത ഫ്രേസ്, കീൻ ഓൺ. എന്തെങ്കിലും വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട്, താല്പര്യം ഉണ്ടെന്ന് പറയാനായിട്ട് അത് ഉപയോഗിക്കുന്നത് കീൻ ഓൺ. ടു സേ ദാറ്റ് someone ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് കാണിക്കാനായിട്ട്, ഇൻ സംതിങ് ഓർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ്. someone ഈസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ്, വളരെയധികം താല്പര്യം ഉണ്ടെന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്നത് കീൻ ഓൺ. എനിക്ക് വായനയിൽ അതിയായ താല്പര്യമുണ്ട്. ഐ ആം കീൻ ഓൺ റീഡിങ്. നിനക്ക് പാട്ടിൽ താല്പര്യമുണ്ട്. യു ആർ കീൻ ഓൺ സിംഗിങ്. അവന് ഫുട്ബോളിൽ താല്പര്യമുണ്ട്. ഹി ഈസ് കീൻ ഓൺ ഫുട്ബോൾ. അവൾക്ക് പാചകത്തിൽ താല്പര്യമുണ്ട്. ഷീ ഈസ് കീൻ ഓൺ കുക്കിംഗ്. അവർക്ക് കായിക രംഗത്ത് താല്പര്യമുണ്ട്. ദേ ആർ കീൻ ഓൺ സ്പോർട്സ്. അപ്പൊ നമ്മൾ ഓർക്കും ഇൻട്രസ്റ്റഡ് ഇൻ എന്നൊക്കെ പറയാമല്ലേ, അതുകൊണ്ട് അപ്പൊ ഇതുപോലെ പല ഫ്രേസസ് ഇതേ അർത്ഥമുള്ളതുണ്ട്. വളരെ താല്പര്യം അല്ലെങ്കിൽ താല്പര്യമുണ്ട് അങ്ങനെ കാണിക്കുന്നതിനൊക്കെ ഇവിടെ വളരെയധികം താല്പര്യം എന്ന് കാണിക്കുന്നതാണ്.
ഇനി അഡിക്റ്റഡ് ടു, നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന അവൻ അതിനകത്ത് അഡിക്റ്റ് ആണ് എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ അഡിക്റ്റഡ് ടു, അതായത് someone cannot stop doing something, എന്തെങ്കിലും ചെയ്യാൻ കഴിയാതെ പറ്റുക. ഇപ്പൊ മദ്യത്തിന് അടിമയാണ്, അഡിക്റ്റഡ് ടു എപ്പോഴും നമ്മൾ പറയും. അപ്പൊ അതില്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇത് ഉപയോഗിക്കുന്നത്, അഡിക്റ്റഡ് ടു സേ ദാറ്റ് someone cannot stop doing something. എനിക്ക് മൊബൈൽ ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല, നമ്മൾ പറയല്ലേ അവൻ മൊബൈലിന് അഡിക്റ്റ് ആണ്. ഇപ്പൊ എങ്ങനെ പറയും? ഐ ആം അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺസ്. ഐ ആം അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺസ്. നീ ഗെയിം കളിക്ക് അടിമയാണ്. യു ആർ അഡിക്റ്റഡ് ടു ഗെയിംസ്. അവന് ചായ കുടിക്കുന്നതിന് അടിമയാണ്, അതായത് അവന് ചായ കുടിക്കാതെ പറ്റില്ല. ഹീസ് അഡിക്റ്റഡ് ടു ടീ. നമ്മൾ പറയും ചായക്ക് അഡിക്റ്റ് ആണ് എന്ന് പറയും. അവൾ സോഷ്യൽ മീഡിയയ്ക്ക് അടിമയാണ്. ഷീ ഈസ് അഡിക്റ്റഡ് ടു സോഷ്യൽ മീഡിയ. അവർ ടി വിക്ക് അടിമകളാണ്. ദേ ആർ അഡിക്റ്റഡ് ടു ടി വി. അടിമ എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലല്ല കേട്ടോ, അതിന് ഇല്ലാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അടുത്ത ഫ്രേസ് നമുക്ക് നോക്കാം. സ്ട്രിക്റ്റ് വിത്ത്. someone is firm with others. എന്തിലെങ്കിലും കാര്യത്തിൽ നയമുള്ളതാണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ് എന്ന് പറയുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്, സ്ട്രിക്റ്റ് വിത്ത്. ടു സേ ദാറ്റ് someone is firm with others. ഞാൻ കുട്ടികളോട് നയം ഉള്ള ആളാണ്, അതായത് ഒരു നയം കീപ്പ് ചെയ്യുന്ന ആളാണ്. ഐ ആം സ്ട്രിക്റ്റ് വിത്ത് ചിൽഡ്രൻ. നീ വിദ്യാർത്ഥികളോട് നയം ഉള്ള ആളാണ്. യു ആർ സ്ട്രിക്റ്റ് വിത്ത് സ്റ്റുഡൻസ്. അവൻ മകനോട് നയമുള്ള ആളാണ്. ഹി ഈസ് സ്ട്രിക്റ്റ് വിത്ത് ഹിസ് സൺ. അവൾ മകളോട് നയമുള്ള ആളാണ്. ഷീ ഈസ് സ്ട്രിക്റ്റ് വിത്ത് ഹർ ഡോട്ടർ. അവർ നിയമങ്ങളിൽ കർശനരാണ്. ദേ ആർ സ്ട്രിക്റ്റ് വിത്ത് റൂൾസ്. ഓക്കെ, അപ്പൊ സ്ട്രിക്റ്റ് വിത്ത്. അടുത്തത് നമുക്ക് നോക്കാം, ഓണസ്റ്റ് വിത്ത്. ടു സേ ദാറ്റ് someone tells the truth. സത്യം പറയുന്ന ആള്, സത്യസന്ധനാണ്. ഇനി പറയുന്നത് എന്താണ്? ഓണസ്റ്റ് വിത്ത്. ഞാൻ എൻ്റെ അമ്മയോട് സത്യസന്ധനാണ്. ഐ ആം ഓണസ്റ്റ് വിത്ത് മൈ മദർ. നീ നിന്റെ സുഹൃത്തിനോട് സത്യസന്ധനാണ്. യു ആർ ഓണസ്റ്റ് വിത്ത് യുവർ ഫ്രണ്ട്. അവൻ അധ്യാപകരോട് സത്യസന്ധനാണ്. ഹി ഈസ് ഓണസ്റ്റ് വിത്ത് ഹിസ് ടീച്ചേഴ്സ്. അവൾ സഹോദരിയോട് സത്യസന്ധയാണ്. ഷീ ഈസ് ഓണസ്റ്റ് വിത്ത് ഹെർ സിസ്റ്റർ. അവർ എല്ലാവരോടും സത്യസന്ധരാണ്. ദേ ആർ ഓണസ്റ്റ് വിത്ത് എവരിവൺ. ഇപ്പൊ ഒരാളോട് സത്യസന്ധമായിട്ട് പെരുമാറുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്, ഓണസ്റ്റ് വിത്ത്. അടുത്തത് നമുക്ക് നോക്കാം. നമ്മൾ പറയില്ലേ അവൻ ഭയങ്കര ക്ഷമയുള്ള ആളാണ്, അവന്റെ കാര്യത്തിൽ ഭയങ്കര ക്ഷമയുള്ള ആളാണ്. പേഷ്യന്റ് വിത്ത്. പേഷ്യൻസ് ക്ഷമ. പേഷ്യന്റ് വിത്ത്. ടു സേ ദാറ്റ് someone stays calm with others. മറ്റുള്ളവരോട് വളരെ ക്ഷമാപൂർവ്വം പെരുമാറുന്നതിനാണെന്ന് പറയുന്നത് പേഷ്യന്റ് വിത്ത്. ഞാൻ കുട്ടികളോട് ക്ഷമയുള്ളവനാണ്, എന്ത് ചെയ്താലും അവരോട് ക്ഷമിക്കുന്ന ആളാണ്. ഐ ആം പേഷ്യന്റ് വിത്ത് ചിൽഡ്രൻ. നീ വയോധികരോട് ക്ഷമയുള്ളവരാണ്, പ്രായമുള്ളവരോട്. യു ആർ പേഷ്യന്റ് വിത്ത് ഓൾഡ് പീപ്പിൾ. അവൻ വിദ്യാർത്ഥികളോട് ക്ഷമയുള്ളവനാണ്. ഹി ഈസ് പേഷ്യന്റ് വിത്ത് സ്റ്റുഡൻസ്. അവൾ രോഗികളോട് ക്ഷമയുള്ളവളാണ്. ഷീ ഈസ് പേഷ്യന്റ് വിത്ത് പേഷ്യൻസ്. അത് വേറെ, PATIENTS, രോഗികൾ. അവർ എല്ലാവരോടും ക്ഷമയുള്ളവരാണ്. ദേ ആർ പേഷ്യന്റ് വിത്ത് എവരിവൺ. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ഫോർ. അതായത് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പ്രധാനമായിട്ടുള്ളത്. ടു സേ ദാറ്റ് സംതിങ് മാറ്റേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ ഡസൻ മാറ്റർ, കാര്യമില്ല എന്ന് പറയുന്നത്. മാറ്റേഴ്സ്, സംതിങ് മാറ്റേഴ്സ് മീൻസ് പ്രധാനമായിട്ടുള്ളത്. ഇംഗ്ലീഷ് എനിക്ക് പ്രധാനമാണ്. ഇംഗ്ലീഷ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ മീ. ഇംഗ്ലീഷ് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ മീ. പഠനം നിനക്ക് പ്രധാനമാണ്. സ്റ്റഡീസ് ആർ ഇമ്പോർട്ടന്റ് ഫോർ യു. ആരോഗ്യം അവന് പ്രധാനമാണ്. ഹെൽത്ത് ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ഹിം. സമയം അവൾക്ക് പ്രധാനമാണ്. ടൈം ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ഹെർ.
നിയമങ്ങൾ അവർക്ക് പ്രധാനമാണ്. റൂൾസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദം. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം വളരെയധികം പ്രധാനപ്പെട്ടതാണെന്ന് കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ഫോർ. ഓക്കെ, അടുത്ത ഫ്രേസ് നെസസറി ഫോർ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് പറയാനായിട്ട്. ടു സേ ദാറ്റ് സംതിങ് ഈസ് നീഡഡ്. വെള്ളം ആരോഗ്യത്തിന് ആവശ്യമാണ്. വാട്ടർ ഈസ് നെസസറി ഫോർ ഹെൽത്ത്. ഉറക്കം നിനക്ക് ആവശ്യമാണ്. സ്ലീപ്പ് ഈസ് നെസസറി ഫോർ യു. പരിശീലനം അവന് ആവശ്യമാണ്. പ്രാക്ടീസ് ഈസ് നെസസറി ഫോർ ഹിം. പഠനം അവൾക്ക് ആവശ്യമാണ്. സ്റ്റഡീസ് ആർ നെസസറി ഫോർ ഹെർ. ഭക്ഷണം എല്ലാവർക്കും ആവശ്യമാണ്. ഫുഡ് ഈസ് നെസസറി ഫോർ എവരി വൺ. നെസസറി ഫോർ. അടുത്തത് ക്രൗഡഡ് വിത്ത്. നമുക്കറിയാം ക്രൗഡഡ് വിത്ത് നിറഞ്ഞിരിക്കുന്നു. ടു സേ ദാറ്റ് എ പ്ലേസ് ഈസ് ഫുൾ ഓഫ് പീപ്പിൾ ഓർ തിങ്സ്. എന്തെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ ആളുകളെ കൊണ്ടോ ഒരു സ്ഥലം നിറഞ്ഞിരിക്കുന്നു എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? ക്രൗഡഡ് വിത്ത്. ബസ് ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എങ്ങനെ പറയും? ദ ബസ് ഈസ് ക്രൗഡഡ് വിത്ത് പീപ്പിൾ. മാർക്കറ്റ് ആളുകളാൽ നിറഞ്ഞിരിക്കുന്നു. ദ മാർക്കറ്റ് ഈസ് ക്രൗഡഡ് വിത്ത് പീപ്പിൾ. അവന്റെ മുറി പുസ്തകങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പുസ്തകങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഹിസ് റൂം ഈസ് ക്രൗഡഡ് വിത്ത് ബുക്സ്. അവളുടെ ബാഗ് സാധനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഹെർ ബാഗ് ഈസ് ക്രൗഡഡ് വിത്ത് തിങ്സ്. അവർ താമസിക്കുന്ന സ്ഥലം ആളുകളാൽ നിറഞ്ഞിരിക്കുന്നു. Their area is crowded with people. അപ്പൊ ഒരു പ്രദേശം എന്തെങ്കിലും ആളുകളെ കൊണ്ടോ വസ്തുക്കളെ കൊണ്ടോ നിറഞ്ഞിരിക്കുന്നു എന്ന് ഉപയോഗിക്കുന്ന എന്താണ്? ക്രൗഡഡ് വിത്ത്. അടുത്ത ഫ്രേസ് നമുക്ക് നോക്കാം. കണക്റ്റഡ് ടു. ബന്ധിപ്പിച്ചിരിക്കുന്നു. കണക്റ്റഡ് ടു. ടു സേ ദാറ്റ് സംതിങ് ഈസ് ലിങ്ക്ഡ്. ഞാൻ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. I am connected to the internet. Connected to. Connected with അല്ല, connected to. നീ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. You are connected to this group. You are connected to this group. അവൻ കമ്പനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. He is connected to the company. അവൾ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. She is connected to this project. അവർ സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. They are connected to the organization. They are connected to the organization. അപ്പൊ എന്തെങ്കിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഉപയോഗിക്കുന്ന ഏതാണ്? കണക്റ്റഡ് ടു. അടുത്ത ഫ്രേസ് നമുക്ക് നോക്കാം. പ്രൗഡ് ഓഫ്. അഭിമാനിക്കുന്നു. പ്രൗഡ് ഓഫ്. ടു സേ ദാറ്റ് someone feels happy about an achievement. പ്രൗഡ് ഓഫ്. അഭിമാനിക്കുന്നു. ഞാൻ എൻ്റെ മകനെ കുറിച്ച് അഭിമാനിക്കുന്നു. ഐ ആം പ്രൗഡ് ഓഫ് മൈ സൺ. നീ നിന്റെ നേട്ടത്തിൽ അഭിമാനിക്കുന്നു. യു ആർ പ്രൗഡ് ഓഫ് യുവർ അച്ചീവ്മെന്റ്. അവൻ കുടുംബത്തെ കുറിച്ച് അഭിമാനിക്കുന്നു. ഹി ഈസ് പ്രൗഡ് ഓഫ് ഹിസ് ഫാമിലി. അവൾ തന്റെ വിജയത്തിൽ അഭിമാനിക്കുന്നു. ഷീ ഈസ് പ്രൗഡ് ഓഫ് എ സക്സസ്. അവർ കുട്ടികളെ കുറിച്ച് അഭിമാനിക്കുന്നു. ദേ ആർ പ്രൗഡ് ഓഫ് their children. ഇപ്പൊ എന്തെങ്കിലും കുറിച്ചെങ്കിലും വളരെയധികം സന്തോഷം അഭിമാനിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് പ്രൗഡ് ഓഫ്. അടുത്തത് ക്ഷീണിച്ചു. ടയേർഡ് ഫ്രം. ടയേർഡ് ഫ്രം. ടു സേ ദാറ്റ് someone is tired because of something. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ക്ഷീണിച്ചു എന്ന് കാണിക്കാനാണ് ഉപയോഗിക്കുന്ന ഏതാണ്? ടയേർഡ് ഫ്രം. ഞാൻ ജോലി കൊണ്ട് ക്ഷീണിച്ചു. I am tired from work. നീ യാത്ര കൊണ്ട് ക്ഷീണിച്ചു. യു ആർ ടയേർഡ് ഫ്രം ട്രാവലിംഗ്. അവൻ കളി കൊണ്ട് ക്ഷീണിച്ചു. ഹി ഈസ് ടയേർഡ് ഫ്രം പ്ലേയിങ്. അവൾ പഠനം കൊണ്ട് ക്ഷീണിച്ചു. ഷീ ഈസ് ടയേർഡ് ഫ്രം സ്റ്റഡിയിങ്. അവർ ജോലി കൊണ്ട് ക്ഷീണിച്ചു. ദേ ആർ ടയേർഡ് ഫ്രം വർക്ക്. They are tired from work. അടുത്തത്
ക്ലോസ് വിത്ത് ഏതെങ്കിലും ആയിട്ട് ഗുഡ് റിലേഷൻഷിപ്പ്, നല്ല ബന്ധത്തിലാണെന്ന് കാണിക്കാൻ. ടു സേ ദാറ്റ് someone has a good relationship, അതിന് ഉപയോഗിക്കുന്നതാണ് ക്ലോസ് വിത്ത്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് അടുത്ത ബന്ധത്തിലാണ്. ഐ ആം ക്ലോസ് വിത്ത് മൈ ഫ്രണ്ട്. നീ സഹോദരനോട് അടുത്ത ബന്ധത്തിലാണ്. യു ആർ ക്ലോസ് വിത്ത് യുവർ ബ്രദർ. അവൻ അച്ഛനോട് അടുത്ത ബന്ധത്തിലാണ്. ഹി ഈസ് ക്ലോസ് വിത്ത് ഹിസ് ഫാദർ. അവൾ അമ്മയോട് വളരെ അടുത്ത ബന്ധത്തിലാണ്. ഷീ ഈസ് ക്ലോസ് വിത്ത് ഹർ മദർ. അവർ അധ്യാപകനോട് അടുത്ത ബന്ധത്തിലാണ്. ദേ ആർ ക്ലോസ് വിത്ത് ദെയർ ടീച്ചർ. ഓക്കെ, അടുത്ത ഫ്രേസ് ഇൻട്രസ്റ്റഡ് ബൈ. ടു സേ ദാറ്റ് സംതിങ് കാച്ചസ് അറ്റൻഷൻ. എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ആകർഷിതനായി എന്നൊക്കെ പറയല്ലേ. ഞാൻ ഈ കഥയിൽ ആകർഷിതനായി. ഐ ആം ഇൻട്രസ്റ്റഡ് ബൈ ദിസ് സ്റ്റോറി. നീ ഈ വീഡിയോയിൽ ആകർഷിതനായി. യു ആർ ഇൻട്രസ്റ്റഡ് ബൈ ദിസ് വീഡിയോ. അവൻ ഈ ആശയത്തിൽ ആകർഷിതനായി. ഹി ഈസ് ഇൻട്രസ്റ്റഡ് ബൈ ദിസ് ഐഡിയ. അവൾ ഈ ചിത്രത്തിൽ ആകർഷിതയായി. ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ബൈ ദിസ് പിക്ചർ. അവർ ഈ വാർത്തയിൽ ആകർഷിതരായി. ദേ ആർ ഇൻട്രസ്റ്റഡ് ബൈ ദിസ് ന്യൂസ്. അപ്പൊ ഇന്ന് നമ്മുടെ പാറ്റേൺ ബേസ്ഡിന്റെ 4ാമത്തെ ക്ലാസ് ആണ്. ഇതിനകത്തും ഞാൻ 25 പാറ്റേൺ ബേസ്ഡ് ഫ്രേസസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ച് 5 സെന്റൻസ് വീതം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് കേൾക്കുക, എഴുതിയെടുക്കുക. അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ അത് ഉപയോഗിക്കാം. ഇത്തിരി വേണമെന്ന് വെച്ച് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമന്റിനകത്തൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കുട്ടികൾക്കും ഒക്കെ പഠിക്കാനുള്ളവർക്കും ഒക്കെ അയച്ചു കൊടുക്കുക. നല്ലൊരു ക്ലാസ്സുമായി ഉടനെ വരാം.